ഭർത്താപ്പങ്ങനെ മനുഷ്യനെ പറ്റിക്കല്ലേ? കള്ളനോട്ട് തരുന്നോ? പിടിക്കൂ പിടിക്കൂ, ആ കള്ളനെ പിടിക്കൂ. എന്താ പ്രശ്നം? അയാള് കള്ളനോട്ട് വന്ന് പോയിരിക്കുക. നിർത്തൂ നിർത്തൂ നിർത്തൂ, നിങ്ങൾ വേഗം ബസ് നിർത്തൂ. ബസിന്റെ മുകളിൽ കള്ളനോട്ട് ഗാങ്ങിന്റെ ഒരാളുണ്ട്. ബസ് നിർത്തിയ തന്നെ തല പോകും. വേഗം മര്യാദക്ക് സ്പീഡിൽ ഓടിക്കാൻ നോക്ക്. ആ കുട്ടി മടുത്ത് ഓടിപ്പോയി കാണാം. എന്റെ പരിധിയിൽ കള്ള നോട്ടുകളോ? നിനക്കതിന് എങ്ങനെ ധൈര്യം ഉണ്ടായി? ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ നല്ല നോട്ടുകൾ ഉപയോഗിക്കാൻ തന്നെ ആലോചിക്കും ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് വരുമെന്ന് പേടിച്ച്. എന്നിട്ടാണോ നീയൊക്കെ കള്ള നോട്ടുകൾ കൊണ്ട് നടക്കുന്നത്? ഞെട്ടരുത്. ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്താണെന്നാൽ എല്ലാ സ്ഥലത്തും പരന്നിരിക്കുകയാണ് കള്ളനോട്ടുകൾ. ഇപ്പോൾ എങ്ങും കള്ളനോട്ടുകളുടെ വ്യാപാരമാണ്. ജനങ്ങൾ ഇതുകൊണ്ടാകെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. നമ്മുടെ ലഡ്ഡു സിംഗ് സാർ കള്ളനോട്ട് ഗ്യാങ്ങിന്റെ ഒരാളെ ധൈര്യമായി കൈയോടെ പിടിച്ചിരിക്കുന്നു. അയാളുടെ പേരാണ് ലക്ക എന്ന്. ലഡ്ഡു സിംഗ് സാറേ, നിങ്ങൾ ആ കള്ളനെ എങ്ങനെയാണ് പിടിച്ചത്? ഞാൻ വെറും ഒരു സാധാരണ ഇൻസ്പെക്ടർ അല്ലാന്ന് അറിയാലോ. ലഡ്ഡു സിംഗ് എന്നാണ് എന്റെ പേര്, ലഡ്ഡു സിംഗ്. എന്റെ പേര് കേട്ട കള്ളന്മാര് വിറയ്ക്കും. ആ കള്ളനെ പിടിക്കാൻ ഞാൻ എന്റെ ജീവൻ തന്നെ പണയത്തിലാക്കി. ഒരുപാട് ധൈര്യം കാണിച്ചു. എന്നിട്ടാണ് ആ കള്ളനെ ഞാൻ പിടിച്ചത്. നാളെ തന്നെ അവന്റെ ബോസിനെ ഞാൻ പിടിച്ചിരിക്കും. ഇതാണ് എന്റെ അടുത്ത ചാലഞ്ച്. കള്ളനോട്ടടിക്കുന്ന ഗ്യാങ്ങിന്റെ ബോസിനെ പിടിച്ചിരിക്കും. ബോസേ, ലാക്കയെ പിടിച്ചിരിക്കുന്നു. ആ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് നാളെ ബോസിനെ പിടിക്കുന്നു പറഞ്ഞ് വലിയ വാചകം അടിക്കുക ടിവിയില്, കണ്ടില്ലേ? അതൊക്കെ സംസാരിക്കേ. ഉറക്കെ സംസാരിക്കുന്നവരെ കണ്ട എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്റെ പേര് അസ്ലിറാം എന്നാണ്. കള്ളത്തരം മാത്രമേ ഞാൻ കാണിക്കൂ. നാളെ കണ്ടോളൂ, കള്ളനോട്ടടിക്കുന്ന ഗാങ്ങിന്റെ ബോസിനെ ഞാൻ പിടിച്ചിരിക്കും. പൊതുജനങ്ങളെ, നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് കള്ളനോട്ടുകൾ ഇറക്കിയിട്ടുണ്ട്. നോട്ടുകളൊക്കെ നോക്കിട്ട് വേണം വാങ്ങാൻ. ശരി ലഡ്ഡു സിംഗ് സാറേ, നല്ലോ ശ്രദ്ധിച്ച് നോക്കിട്ട് വേണം വാങ്ങാൻ. വീണ്ടും പറയുന്നു, നോട്ടുകൾ ശ്രദ്ധിച്ച് നോക്കിട്ട് വേണം വാങ്ങാൻ. ഇൻസ്പെക്ടർ സാറേ, ശ്രദ്ധിക്കാൻ ഇങ്ങനെ എന്തിനാ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഒച്ചയിട്ട് പറഞ്ഞ് ആൾക്കാരൊക്കെ മൊത്തം പേടിച്ചിരിക്കുവാണേ. ആരും എന്റെ കയ്യിൽ നിന്ന് 1000-ന്റെ നോട്ട് മേടിക്കുന്നില്ല. കടയിൽ നിന്ന് എനിക്ക് സാധനം മേടിക്കണ്ട. ഞാൻ പിന്നെ എന്താ ചെയ്യൂ? എനിക്കാരും ചില്ലറ പോലും തരുന്നില്ല. എനിക്കൊന്നും അറിയണ്ട. ഇനി സാറ് തന്നെ ഇതിന് ചേഞ്ച് തന്നാ മതി. ഓക്കെ യങ് മാൻ, ഓക്കെ, ഒരു കുഴപ്പമില്ലെന്നേ.
ഇതിനൊക്കെ വെറുതെ വിഷമിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് 1000 രൂപ ചേഞ്ച് തരാം. ഇന്ന് എന്നാ പിടിച്ചോ നോട്ട്. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. എഴുതി വെച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാ മതി. എന്റെ പേര് ഖബർദാർ സിംഗ് എന്നാണ്. ഞാനൊരു CID ഓഫീസറാണ്. മാത്രമല്ല കള്ളനോട്ട് ഗാങ്ങിനെ പിടിക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. വിശ്വസിക്കാനേ പറ്റുന്നില്ലല്ലോ, ഈ ഗാങ് നടത്തുന്നത് പോലീസുകാരനായ താനാണല്ലേ? നാണോ ഇല്ലടോ? ഒരു പോലീസുകാരൻ കള്ളനോട്ട് അടിച്ച ആരും സംശയിക്കില്ലെന്ന് കരുതിയല്ലേ? നിങ്ങൾ എന്തൊക്കെയാ ഈ പറയണത്? ഇത് കള്ളനോട്ടാണെന്നോ? എങ്കിൽ ശരി, അതിന് ഇത് എന്റെ നോട്ടൊന്നല്ലല്ലോ. ദേ ഈ നിൽക്കുന്ന ആളാണ് എനിക്കത് തന്നത്. എവിടെ പോയി? എനിക്ക് ഇപ്പൊ തന്നെ ഈ 1000 രൂപയുടെ നോട്ട് തന്നിട്ടുള്ള ആള് എവിടെ പോയി? നുണ പറയരുത്. യു ആർ അണ്ടർ അറസ്റ്റ്. അല്ല അല്ല, അതെ അതെ, ഒന്ന് നിന്നേ. സാറ് വെറുതെ ഇങ്ങനെ വിഷമിക്കരുത്. ഞാൻ ചിബിയോട് പറഞ്ഞിട്ടുണ്ട്, അവൻ ഇപ്പൊ തന്നെ എത്തുന്നേ. കുട്ടി പുറത്തേക്ക് പോകൂ. ഇത് നീ വിചാരിക്കുന്ന പോലെ കളിമൈതാനമല്ല, പോലീസ് സ്റ്റേഷനാണ്. സാറേ, അവനെ കുട്ടീന്ന് വിളിക്കല്ലേ. സർ, എന്റെ പേര് ശിവ എന്നാണ്. ലഡു സിംഗ് സാറിന്റെ ഫ്രണ്ട് ആണ്. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. എങ്കിൽ ശരി, പോയി കണ്ടോ. ശിവ ഒരാളിന്റെ അടുത്ത് വന്നിട്ട് ശിവ, ഇനി ഞാൻ എന്താ ചെയ്യാ? നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട സർ. എങ്ങനെയെങ്കിലും നമുക്ക് ആ മനുഷ്യരെ കണ്ടുപിടിക്കാൻ പറ്റും. ലഡു സിംഗ് സാറിനെ ചതിച്ച ആ മനുഷ്യന്റെ മുഖം എങ്ങനെയാണെന്ന് പോലും എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കാം? ഒരു ഐഡിയ ഉണ്ട് റേബ. എവിടെ വെച്ചാണോ അയാൾ ലഡു സിംഗ് സാറിന് 1000 രൂപയുടെ നോട്ട് കൊടുത്തത്, അവിടെ അടുത്തുള്ള കടയുടെ സൈഡിൽ എങ്ങനെയെങ്കിലും ഒരു CCTV ക്യാമറ കാണാതിരിക്കില്ല. നമുക്ക് അവിടെ ചെന്ന് അന്വേഷിക്കാം. എന്നാ പിന്നെ എന്തിനാ താമസിക്കുന്നേ? പോയി നോക്കാലോ. ദാ അവിടെ നോക്ക്, അയാൾ തന്നെയാണ്. ഇനി അയാൾ പണം കൊടുത്തതിന് ശേഷം ഏത് ഭാഗത്തേക്കാ പോകുന്നതെന്ന് നോക്കാം. ആ വഴി മണ്ടോല ഗ്രാമത്തേക്ക് പോകുന്ന വഴിയാണ്. അപ്പൊ അയാൾ തീർച്ചയായിട്ടും ആ ഗ്രാമത്തിലേക്ക് പോകുന്നത്. ചിലപ്പോ അവര് താവളം അവിടെയാണെങ്കിലോ? താങ്ക് യു അങ്കിൾ. ഓക്കെ. അല്ല, ഞാൻ പറഞ്ഞ ജോലി താൻ ചെയ്തായിരുന്നോ? ഇത്തവണ നമ്മൾ പണം മുടക്കിയത് വെറുതെ ആവരുത്. ഒന്നാമതേ വെള്ളത്തിന് ക്ഷാമാണ് എല്ലായിടത്തും. ഒന്നും നമുക്ക് മനസ്സിലാവാൻ സാധിച്ചില്ലല്ലോ. ഇവിടെ ഒന്ന് നിന്നേ. ഇതിന്റെ അകത്തുനിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. വരും, നമുക്കൊന്ന് പോയി നോക്കിയാലോ. അങ്കിൾ, ഇതിന്റെ അകത്ത് വല്ല കമ്പനികളുണ്ടോ? ഇല്ലല്ലോ, ഇവിടെ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഈ പല പല ശബ്ദങ്ങൾ എവിടെ നിന്നാണ് കേൾക്കുന്നത്? ഇല്ല, എനിക്ക് ഒന്നും തന്നെ കേൾക്കുന്നില്ലെന്നേ. നിങ്ങൾക്ക് സംശയം തോന്നിയതാ മക്കളെ? അങ്കിൾ, ഞങ്ങൾക്ക് വല്ലാതെ ദാഹിക്കുന്നുണ്ട്. കുറച്ച് കുടിക്കാൻ വെള്ളം തരുമോ? ഇപ്പൊ എടുത്തോണ്ട് വരാ. നിങ്ങളോട് ആരാ അകത്ത് വരാൻ പറഞ്ഞ? ഞാൻ വെള്ളം കൊണ്ട് അങ്ങോട്ട് വരികയായിരുന്നില്ലേ? അതുമല്ല അങ്കിൾ, ഇവിടെ പല പല ശബ്ദങ്ങൾ കേൾക്കുന്നത് കൊണ്ട് എനിക്ക് ഇതിന്റെ അകത്ത് കയറി കാണണം തോന്നി. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. നോക്കു മോനെ, ഇവിടെ അങ്ങനത്തെ ഒരു ശബ്ദവും ഇല്ലെന്നേ ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ആദ്യമേ പറഞ്ഞതാ നിനക്ക് സംശയം തോന്നുന്നതാണെന്ന്. അഥവാ ഉണ്ടെങ്കിൽ തന്നെ എനിക്കൊന്നും കേൾക്കുന്നുമില്ല, ഒന്നും കാണാനും പറ്റത്തില്ല. എനിക്ക് പ്രായമായില്ലേ, കണ്ണിന് അത്ര പോരാ. ചെല്ലു, പുറത്തേക്ക് ചെല്ലു. അതെ, ഇയാളാണ് ലഡു സിംഗ് സാറിന് 1000ന്റെ കള്ളുനോട്ട് കൊടുത്തത്. ഈ കുട്ടികളെങ്ങനെ അകത്ത് കയറിയത്? വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞ പിള്ളേർ അകത്തങ്ങ് കേറിയതാ. എന്നോട് പറയാ ഇവിടെ എന്തോ തട്ടുന്ന മുട്ടുന്ന സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടെന്ന്. പല പല ശബ്ദങ്ങൾ ഇനി ഞാൻ കേൾപ്പിക്കാം.
ആവശ്യമില്ലാത്ത സ്ഥലത്ത് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എല്ലാം മഹാ കുരുത്തക്കെട്ട കുട്ടികളാ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. അല്ല കൊള്ളാലോ അങ്കിൾ, വയസ്സനായ നിങ്ങൾ ചെറുപ്പക്കാരനായി മാറിയോ? ഞാൻ ചെറുപ്പക്കാരൻ തന്നെയാ. അല്ല നീ എന്റെ കൂടെ ജോലി ചെയ്യുന്നതാണ് തല്ലിയല്ലേ? ഇനി നിന്നെ ഞാൻ ശരിയാക്കാതെ വിടില്ല, നോക്കിക്കോ. ഇവന്മാര് ഓടിക്കളഞ്ഞു. വരൂ നമുക്ക് പേടാരാം സാറിനെ ഫോൺ ചെയ്യാം. അപ്പൊ CID-കാരുമായി പേടാരാം ഇങ്ങോട്ട് എത്തും. നീയോ? നിന്നോട് ആരാ പറഞ്ഞത് ഇവിടെ വന്ന് വഴക്കിടാൻ? ആകെ ഒരു തെളിവ് കിട്ടിയിരുന്നു. നീ കാരണം അതിപ്പോ ഇല്ലാതായി. നീ വിചാരിക്കുന്നത് പോലെ ആ ലഡ്ഡു സിംഗിനെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. പക്ഷേ സർ, ഞങ്ങളാണല്ലോ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചത്. ഇവിടെ ചില തട്ടുമുട്ടു ശബ്ദം കേട്ടു. പക്ഷെ ആ ശബ്ദം എവിടെന്നാ വരുന്നെന്ന് കണ്ടുപിടിക്കാനായില്ല. പക്ഷെ സർ, നിങ്ങൾ ഞങ്ങളെ... ആഹാ, നീ എന്നെ വിളിച്ചത് കൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുന്നു. എങ്കിൽ എല്ലാവരും ഇവിടുന്ന് പോയിക്കോ, നിങ്ങളുടെ കാര്യം നോക്കിക്കോളൂ. ഞങ്ങളെ ജോലി ചെയ്യാൻ അനുവദിക്കൂ. ഇനി ഇങ്ങോട്ടൊന്നും വന്നേക്കരുത്. നിങ്ങൾ ഈ പിള്ളേരെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആരും തന്നെ ഇങ്ങോട്ട് വരാൻ പാടില്ല. നിന്റെ കള്ളനോട്ട് അടിക്കുന്ന താവളം ഇന്ന് ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. മര്യാദക്ക് മറ്റുള്ള താവളങ്ങളുടെ പേരും പറ, ഇല്ലെങ്കിൽ ജയിലിൽ കിടന്ന് നീ ഗോതമ്പരയ്ക്കും. ഇല്ല, 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 ഇല്ല. ഞാൻ ഗോതമ്പൊന്നും അരക്കില്ല. ജയിലിൽ കിടന്ന് നീ കരിങ്കല്ല് പൊട്ടിക്കേണ്ടി വരും. ഇല്ല, ഇല്ല, എനിക്ക് കല്ലൊന്നും പൊട്ടിക്കാൻ കഴിയില്ല. അവിടെ എളുപ്പം ചെയ്യാവുന്ന ജോലിയൊന്നും കിട്ടില്ല സാറേ. അപ്പൊ നീ സമ്മതിച്ചിരിക്കുന്നു നിനക്ക് കള്ളനോട്ടിന്റെ പരിപാടി ഉണ്ടെന്നല്ലേ? പറ. ഇല്ല, 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 ഇല്ല. ഞാൻ അങ്ങനെ ഒരു കുറ്റം ചെയ്യില്ല. ഞാനൊരു നേരായ പോലീസ് ഓഫീസറാണ് സാറേ. ഞാൻ നിനക്ക് ഒരു ദിവസത്തിന്റെ സമയം തന്നേക്കാം. വേഗം തന്നെ നിന്റെ സംഘത്തിന്റെയും മറ്റു താവളങ്ങളുടെയും പേര് പറഞ്ഞേ പറ്റൂ. മനസ്സിലായോ? ഇല്ലെങ്കിൽ നിന്നെ ഞാൻ സെൻട്രൽ ജയിലിലിട്ട് അടയ്ക്കും കേട്ടോ. സെൻട്രൽ ജയിലോ? നോക്കൂ, നമ്മൾ എങ്ങനെയെങ്കിലും തിരിച്ചു ആ താവളത്തേക്ക് പോകേണ്ടി വരും. കള്ളനോട്ട് അടിക്കുന്ന ഫാക്ടറി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ തെളിവ് തീർച്ചയായും ശേഖരിക്കണം. പക്ഷേ ആ CID ഓഫീസർ നിന്നോട് എന്താ പറഞ്ഞേ? അയാൾ പറഞ്ഞതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാ. പക്ഷെ നമ്മൾ ഇപ്പോൾ കുട്ടികളല്ലല്ലോ. എനിക്കെന്ത് ജോലി അത്ര ഇഷ്ടമല്ല. ഇത്രയും പേര് ഇവിടെ ഉള്ള സ്ഥിതിക്ക് നമ്മൾ അകത്ത് കയറുന്നത് ശരിക്കും ബുദ്ധിമുട്ടാ. പോണെന്നുള്ളവന് എങ്ങനെങ്കിലും അകത്തേക്ക് പോവാൻ വഴി കിട്ടും. രേവാ, നീ വേണമെങ്കിൽ നോക്കിക്കോ കേട്ടോ. എത്രയും പെട്ടെന്ന് ആ CID-യെ ആ വിവരം അറിയിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഇവിടുന്ന് ആരെങ്കിലും എങ്ങനെയെങ്കിലും ഓടിപ്പോയിട്ടുണ്ടെങ്കിലോ. ഹലോ പേടാറാം സാർ. നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ കുട്ടി എങ്ങനെ അകത്തേക്ക് കയറി? അവൻ എങ്ങനെ അകത്ത് കയറിയത് അറിയില്ല സാറേ.
ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു, എങ്ങും പോയിട്ടില്ല. ഇത്തവണ ഈ കുട്ടി എനിക്ക് നല്ല ഇൻഫർമേഷനാ തന്നത്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നു. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാരും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടേനെ. എന്നാ പറയൂ ശിവ, എങ്ങോട്ടാ പോകേണ്ടത്? ഇങ്ങോട്ട് വരൂ സർ. ബോസേ ബോസേ, ആ കുട്ടിയാണ് എന്നെ ഈ ലഗായെ നന്നായിട്ട് അടിച്ചത്. ശബ്ദം കുറയ്ക്ക്. ഉറക്കെ സംസാരിക്കുന്നവനെ കണ്ടാ എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞുകൂടെ നിങ്ങൾക്ക്? ഇടിക്കവന്. എന്റെ പേരാണ് അസ്ലീരാം. കള്ളത്തരം മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. കണ്ടോ കുട്ടി, എല്ലാവരെയും മണ്ടന്മാരാക്കിയില്ലേ? കുട്ടിയൊന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഈ കുട്ടി വലിയവരെക്കാളും കേമനാണല്ലോ. ഇപ്പോഴിവിടുന്ന് മിണ്ടാതെ പോകുന്നതാ ബുദ്ധി. സാറിന് ഫോൺ ചെയ്ത് ലഡു സിംഗ് സാറിനെ ഉടനെ വിടാൻ പറയൂ. എല്ലാ രഹസ്യങ്ങളും വേഗം പറയൂ. വേണ്ട, അവനെ എന്റെ അടുത്തേക്ക് വിട്ടേക്കുന്നേ. അവന് ഞാനൊരു പാഠം പഠിപ്പിക്കാം. വിട്ടേ. നീ എന്നെ അടിക്കുമല്ലേ? അല്ലാതെ പിന്നെ നീയാണോ എന്നെ അടിക്കാൻ പോണത്? നീ എന്നെ അടിക്കുമെന്നാ ചോദിച്ചത്. ഇല്ല, നീ എന്നെ കൊണ്ട് ഗോതമ്പ് അരപ്പിക്കുമെന്ന് പറഞ്ഞതല്ലേ? എന്നെ കൊണ്ട് കല്ല് പൊട്ടിപ്പിക്കുമെന്ന് പറഞ്ഞതല്ലേ? നീ എന്നെ അടിക്കേ. നീ അടിക്കേ. ഏതോ എന്നെ ഒന്ന് അടിക്കാൻ. അല്ല, ഇതല്ല. രണ്ടുപേരും തമ്മിൽ ഇങ്ങനെയാണ് വാക്കുതർക്കം ഉണ്ടാക്കുന്നത്. ലഡു സിംഗ് സാറിന് പറ്റിയില്ലെങ്കിൽ ഞാൻ ഇയാളെ ശരിയാക്കിക്കോളാം. കണ്ടോ, 500 നോട്ട്.
ദുഷ്ടനായ കള്ളനോട്ടടിക്കാരാ. ഇപ്പൊ ഞാൻ നിന്നെ ജയിലിലേക്ക് കൊണ്ടുപോയിട്ട് നിന്നെ കൊണ്ട് ഗോതമ്പ് അരിപ്പിക്കട്ടെ. എന്നിട്ട് അവിടുത്തെ കല്ലും പൊട്ടിപ്പിക്കാം. എന്തേ? വന്നേ, വന്ന് തല്ലിയേ, വരാൻ വന്നേ. എന്നാ പിടിച്ചോ. തല്ലേ.